വെൽക്കം ബാക്ക് ഗൈസ്. അപ്പൊ നമ്മൾ ഈ ചാനലിൽ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ സി പ്രോഗ്രാമിന്റെ ബേസിക്സ് ആണ് നമ്മൾ ചാനലിൽ ചെയ്യാൻ പോണേ. അപ്പൊ നമ്മൾ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെല്ലാം നമ്മൾ എന്തിനാ പഠിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, കമ്പ്യൂട്ടറുമായിട്ട് നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേ. നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണം അല്ലെങ്കിൽ പാട്ട് പ്ലേ ചെയ്യണം. കമ്പ്യൂട്ടറിന്റെ അടുത്ത് നിന്ന് ഇപ്പൊ കാര്യം വോയിസ് അസിസ്റ്റന്റ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടറിന്റെ അടുത്ത് വന്നിട്ട് ആഡ് മ്യൂസിക് അല്ലെങ്കിൽ ആഡ് നമ്പർ അല്ലെങ്കിൽ പ്ലേ മ്യൂസിക് എന്ന് പറഞ്ഞാൽ സംഭവം വർക്ക് ചെയ്യോ? അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യണമെങ്കിൽ കുറെ കൺവേർഷൻ നടന്നിട്ടാണ് ഇപ്പോൾ വോയിസ് അസിസ്റ്റന്റ് ആണെങ്കിൽ നിങ്ങൾ മൊബൈലിൽ ഇപ്പോൾ എടുത്ത് ഫോൺ എടുത്തിട്ട് ഗൂഗിൾ പ്ലേ മ്യൂസിക് എന്ന് പറഞ്ഞാൽ അത് അതിനകത്തുള്ള മൊബൈലിന് അത് മനസ്സിലാവണം എങ്ങനെയാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ കമ്പ്യൂട്ടറായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ടാണ്. ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ സഹായത്തോടു കൂടിയാണ് നമുക്ക് കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കണേ. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഹൈ ലെവലും ഉണ്ട്, ലോ ലെവലും ഉണ്ട്. ആദ്യത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ കമ്പ്യൂട്ടറൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ ലോ ലെവൽ ലാംഗ്വേജ് ആയിരുന്നു. എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിന് ആകെ അറിയാവുന്നത് ബൈനറി ലാംഗ്വേജ് ആണ്. അതിൽ 1 0 1 0 ഇത് വെച്ച് ഉണ്ടാക്കുന്ന ഒരു കോമ്പിനേഷൻ മാത്രമാണ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ. പക്ഷെ ആ രീതിയിൽ നമുക്കൊരു പ്രോഗ്രാം ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. കാരണം ഓരോ കമ്പ്യൂട്ടറിലും ഓരോ സിസ്റ്റം ആയിരിക്കും, ഓരോ രീതിയായിരിക്കും. അപ്പോൾ ഈ 1 0 1 0 എന്നുള്ള രീതിയിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാന്ന് പറഞ്ഞാൽ അത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ 1 0 ഒന്നുമല്ല, നമുക്ക് സിമിലർ ആയിട്ടുള്ള ഇംഗ്ലീഷ് വാക്കുകളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അത് കാരണം തന്നെ അത് ഇത്തിരി കൂടിയും നമുക്ക് ഓർത്തിരിക്കാനും പഠിക്കാനും അപ്ലൈ ചെയ്യാനൊക്കെ ഈസിയാണ്. ഈ സി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അത്ര ഒരു ഹൈ ലെവൽ ലാംഗ്വേജിൽ തന്നെ ഒരു ലാംഗ്വേജാണ് സി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. ഈ നേരത്തെ പറഞ്ഞുകൊണ്ട് ഇപ്പം എനിക്ക് ഒരു ഭാഷ അറിയാം, വേറെ ഒരാൾക്ക് വേറൊരു ഭാഷയാണ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്താ, ഒന്നില്ലെങ്കിൽ എൻ്റെ ലാംഗ്വേജ് അയാൾക്ക് അറിയണം അല്ലെങ്കിൽ അയാളുടെ ലാംഗ്വേജ് എനിക്കറിയണം. എന്നാലാണ് പരസ്പരം പറയണത് മനസ്സിലാവുള്ളൂ. അതും അല്ലെങ്കിൽ ഒരാളെ ഇടയിൽ വേണം, രണ്ടുപേരുടെ ലാംഗ്വേജ് അറിയാവുന്ന ഒരാളെ ഇടയിൽ വേണം. അപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് അയാളുടെ ലാംഗ്വേജിലേക്ക് അങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. ഇതേ പരിപാടിയാണ് ഇവിടെ നടക്കണേ സി ലാംഗ്വേജിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ഇതിനെ ഈ ഹൈ ലെവലിലുള്ള ലാംഗ്വേജിനെ കമ്പൈലർ, സിസ്റ്റത്തിൻ്റെ അകത്തുള്ള സോഫ്റ്റ്വെയർ ആണ് കമ്പൈലർ എന്ന് പറഞ്ഞിട്ട്, ഈ കമ്പൈലർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കറസ്പോണ്ടിങ് ആയിട്ട് മെഷീൻ്റെ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മളെ ഇതിനെ ഈ കോഡ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കമ്പ്യൂട്ടർ മനസ്സിലാവണേ. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഏതൊരു ലാംഗ്വേജ് പഠിക്കുമ്പോഴും അതിൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മളൊരു സാധാ ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ എന്തൊക്കെയാണ് അതിലെ ലെറ്റേഴ്സ് എന്ന് പഠിക്കണം. അതേപോലെ അതിൻ്റെ ഗ്രാമർ എങ്ങനെ അത് ഉപയോഗിക്കേണ്ടതെന്ന് പഠിക്കണം. സിമിലർ ആയിട്ട് തന്നെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോഴും നമുക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ തന്നെ ക്യാരക്ടർ സെറ്റ് എന്താണ്, അതിൽ ഉപയോഗിക്കേണ്ട ഓരോ കാര്യങ്ങൾ, ചില സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ സിൻടാക്സ് എന്ന് ഉദ്ദേശിക്കുന്ന ഫോർമാറ്റിനെയാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. നമ്മളപ്പോൾ ഇതിൽ ഈ സെറ്റായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണത് സിയുടെ കാര്യങ്ങളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾ പഠിക്കണമെങ്കിൽ അത് നിങ്ങൾ ഇൻട്രസ്റ്റോട് കൂടി വേണം പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പറ്റി പഠിക്കാൻ. അല്ലാതെ വേറെ എന്തെങ്കിലും സ്കൂളിലെ ആവശ്യത്തിനോ അല്ലെങ്കിൽ കോളേജിലെ ആവശ്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സാമിന് വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും നിങ്ങൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കരുത്. നമ്മളെപ്പോഴും ഒരു ഇൻട്രസ്റ്റോട് കൂടി പഠിച്ചാലാണ് നിങ്ങൾക്ക് ഇത് രസം ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് വേഗം നിങ്ങൾക്ക് ഏത് പ്രായത്തിലുള്ളവർക്ക് വേണമെങ്കിലും പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് ഇതിലുള്ളൂ ബേസിക്സ് പഠിക്കാനായിട്ട്. അപ്പോൾ പ്രോഗ്രാമിംഗ് നമ്മളിപ്പോൾ പറയുന്ന കൺസെപ്റ്റുകളാണെങ്കിലും നിങ്ങൾ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടേതായ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലങ്ങൾ തന്നെ സ്വയം നിങ്ങൾ പ്രാക്ടീസൊക്കെ ചെയ്ത് നോക്കുക. അപ്പോഴാണ് നിങ്ങളുടെ സ്പീഡ് കൂടുള്ളൂ. പിന്നെ അതൊരു ഇൻട്രസ്റ്റിൽ തന്നെ എടുക്കുക. കാരണം നിങ്ങൾക്കറിയാം, നമ്മൾ ഈ പ്രോഗ്രാമിങ്ങിലൂടെ ചെയ്യണ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രോബ്ലം കിട്ടിയാൽ നമ്മളൊരു മനുഷ്യൻ എങ്ങനെയാണോ ചെയ്യണേ അത് കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിക്കുകയാണ്. അപ്പം നമ്മുടെ തിങ്കിങ് നമ്മൾ അതിനകത്തേക്ക് ഇമിറ്റേറ്റ് ചെയ്യിക്കുകയാണ്. അതപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിങ്ങിൽ എടുത്താലാണ് നിങ്ങൾക്ക് ഇതുണ്ടാവുള്ളൂ. പിന്നെ ആദ്യമൊക്കെ നിങ്ങൾക്കൊരു ഇത് തോന്നാം, ആദ്യമൊക്കെ ഒരു ചെറിയ കൺഫ്യൂഷൻ തോന്നാം. ബട്ട് പ്രാക്ടീസ് ചെയ്യുന്നതോടെ നിങ്ങളുടെ സ്പീഡ് ഓട്ടോമാറ്റിക്കായിട്ട് കൂടും. പിന്നെ ഈ ബേസ് സിൻടാക്സ് പഠിച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലും, ഒട്ടുമിക്ക പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലും കുറേ കാര്യങ്ങളെല്ലാം സെയിം ആയിട്ടാണ് തന്നെ. ഈ ലൂപ്പ്, അതേപോലത്തെ കണ്ടീഷൻ, ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ ലോജിക്കെല്ലാം സെയിം ആയിട്ടാണ് തന്നെ. അതിൻ്റെ അപ്പോൾ ഉപയോഗിക്കണ രീതി മാത്രമാണ് വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നിങ്ങൾ പക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ലാംഗ്വേജ് പഠിക്കാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. വേഗത്തിൽ നിങ്ങൾക്ക് ആ ലാംഗ്വേജ് അധികം കഷ്ടപ്പാടില്ലാണ്ട് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതേപോലെ തന്നെ ഈ ബേസിക്സ് പഠിച്ചു വെച്ചാലുള്ള ഗുണമെന്ന് വെച്ചാൽ, ബേസിക്സ് ആണ് നമ്മളെപ്പോഴും കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമുള്ളൂ. ബാക്കി ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ഒരു പക്ഷേ എല്ലാം എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല.
ഇടയ്ക്ക് ചിലപ്പോൾ പുതിയ എന്തെങ്കിലും അപ്ഡേറ്റുകളൊക്കെ വരും. അപ്പോൾ ഫീച്ചേഴ്സ് എല്ലാം ഇടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ബേസിക്സ് മാത്രം പഠിച്ചിരുന്നാൽ മതി. കാരണം ബാക്കിയുള്ളത് നിങ്ങൾക്കറിയാം, ഗൂഗിളുണ്ട്. ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ മതി സിൻറ്റാക്സ് ഫോർ എന്താണോ നിങ്ങൾക്ക് വേണ്ട ഓപ്പറേഷൻ, അല്ലെങ്കിൽ സിൻറ്റാക്സ് ഫോർ ഏത് ഇതിനെ പറ്റിയാണോ നിങ്ങൾ നോക്കണതെന്ന് അടിച്ചു കൊടുത്താൽ അപ്പോൾ തന്നെ ഗൂഗിളിൽ കിട്ടും. അപ്പം നിങ്ങൾക്ക് ബേസിക് എന്തെങ്കിലും അറിയാമെങ്കിൽ പിന്നെ അത് നിങ്ങൾക്ക് ചെയ്യാനും അതേപോലെ വേറൊരു ലാംഗ്വേജ് പഠിക്കാനാണെങ്കിലും ഒത്തിരി ഈസി ആയിരിക്കും.